കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന ഇഫ്താർ സംഗമത്തിൽ മുൻ മന്ത്രിയും ഇടതു നേതാവുമായ കെ.ടി. ജലീൽ നടത്തിയ പ്രസംഗത്തിൻ്റെ പ്രതിഫലനങ്ങൾ ഇപ്പോൾ ഇസ്ലാമിക സമൂഹത്തിലും അതിനു പുറത്തും ശക്തമായി അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം മതസ്ഥർ മാത്രം സംഗമിച്ച സമ്മേളനത്തിൽ താൻ കൂടെ ഉൾപ്പെട്ടു നിൽക്കുന്ന ആ സമുദായത്തിൻ്റെ മുന്നിലേക്ക് കെ.ടി. ജലീൽ തുറന്നുവെച്ച ആത്മവിമർശനവും ഗുണദോഷ ചിന്തകളും അവരിൽ ചിലർക്ക് അസഹിഷ്ണുതയായി ഭവിച്ചുവെങ്കിലും ഭൂരിപക്ഷവും ജലീൽ വിളിച്ചു പറഞ്ഞ കറ പുരളാത്ത യാഥാർത്ഥ്യങ്ങളെ ബോധപൂർവം ഉൾക്കൊണ്ടു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പുകൾപ്പെട്ട കേരളത്തിൻ്റെ സമസ്ത മൂല്യങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് മാരകമായ മയക്കുമരുന്ന് വ്യാപാരങ്ങളും അസന്മാർഗികതകളും അനിഷ്ട സംഭവങ്ങളും കേരളത്തിൻ്റെ തെരുവുകളിൽ നിറയുന്ന ഭയാനകമായ കാഴ്ചകളാണ് ദിവസേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ധാർമ്മികമായി അധപ്പതിച്ച സമൂഹത്തിൽ സുബോധമില്ലാതെ അസഭ്യം പുലമ്പുന്ന പെൺകുട്ടികളെ കൂടി കാണുമ്പോഴാണ് ഈ സമൂഹം എത്തിച്ചേർന്നിരിക്കുന്ന അതിഭയാനകമായ അവസ്ഥകളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുന്നത്. സർക്കാർ പ്രതിബദ്ധതയോടെ ബോധവൽക്കരണവുമായി ഇറങ്ങുന്നുവെന്ന് പറയുമ്പോഴും ഒന്നും ഫലിക്കാതെ വരികയും ലഹരി കേസുകൾ ദിവസേന പെരുകുകയും ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ ദിവസേന കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ലഹരി കേസുകളിൽ പിടിക്കപ്പെടുന്നവരിൽ എല്ലാ മതത്തിലും പെട്ട ആളുകൾ ഉണ്ട് എങ്കിലും സ്ഥിരമായി അതിൽ ഭൂരിപക്ഷമാകുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ തന്നെയാണ് എന്ന യാഥാർത്ഥ്യമാണ് ആത്മവിമർശനം എന്ന വണ്ണം ജലീൽ ഇപ്പോൾ അനാവരണം ചെയ്തിരിക്കുന്നത്. നമ്മളൊരു പഠനം നടത്തി നോക്കുക. ഇപ്പോൾ MDMA കൈവശം വെച്ചതിന്, കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട്. സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ്. കാരണം മുസ്ലിങ്ങളെപ്പോലെ മതവിദ്യാഭ്യാസം, മതപഠനം, ധാർമ്മിക പഠനം കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല. ഹിന്ദു കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല. അവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ കളവ് നടത്തരുത്, നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി സാധനങ്ങൾ കൊണ്ട് നടക്കരുത് എന്ന് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നില്ല, കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു മദ്രസയിലോ ഒരു ക്ഷേത്ര പാഠശാലയിലോ പോകാത്ത സഹോദര സമുദായങ്ങൾ പുലർത്തുന്ന ആ ഒരു ധാർമ്മിക ബോധം പോലും മദ്രസയിൽ പോകുന്നു എന്ന് പറയപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ അതെന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കണം. ഞാൻ 10-12 വർഷക്കാലം ഒരു കോളേജിലെ അധ്യാപകനായിരുന്നു. എനിക്കറിയാം ഇവിടെ അധ്യാപകന്മാരുണ്ടാകും. നമുക്ക് സത്യസന്ധമായി നമ്മളുടെ നെഞ്ചത്ത് കൈവച്ചു പറയാൻ സാധിക്കുമോ? അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ, അധ്യാപകരെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ മുസ്ലിം കുട്ടികളാണോ? ഇതൊക്കെ മുസ്ലിം കുട്ടികൾക്ക് പാഠശാല മദ്രസകളിൽ നിന്ന് നൽകപ്പെടുന്നുണ്ട്, പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അവരെ. പക്ഷെ അവരാണോ ഇതൊന്നും ചെറുപ്പകാലത്ത് ആരും പറഞ്ഞു കൊടുക്കാത്ത മറ്റു സമുദായങ്ങളിൽ പെടുന്ന കുട്ടികളാണോ കൂടുതൽ അച്ചടക്കമുള്ളവരായി, അമറുള്ളവരായി കോളേജുകളിൽ, സ്കൂളുകളിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളിൽ ഉള്ളത്? എന്തോ ഒരു വലിയ തകരാറ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ വേണ്ട വിധം നമ്മളെല്ലാവരും ഒരുമിച്ച് നേരിട്ടില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. ആ കാര്യത്തിൽ എല്ലാവരും ഒരു ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. ഇതര മതസ്ഥരേക്കാൾ ദൈർഘ്യവും കാര്യക്ഷമതയുള്ളതുമായ മതവിദ്യാഭ്യാസം അഥവാ മദ്രസ പഠനം നന്നേ ചെറുപ്പം മുതൽ ലഭിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാർ മദ്യവും മയക്കുമരുന്നുമെല്ലാം ഹറാമാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയവരായിട്ടും അത്തരം കുറ്റകൃത്യങ്ങളിൽ പെടുന്നവരിൽ ഭൂരിപക്ഷവും അവർ തന്നെയാകുന്നത് പണത്തോടുള്ള ആർത്തി കൊണ്ടാണ് എന്നും അത് തിരുത്തണം എന്നുമാണ് ജലീൽ വ്യക്തമാക്കിയിരിക്കുന്നത്. MDMAയും കഞ്ചാവും ഒക്കെയായി പിടിക്കപ്പെടുന്ന തരത്തിലേക്ക് സമുദായം തരംതാണു പോവുകയും സ്കൂളുകളിലും കോളേജുകളിലും അധ്യാപകരെ ബഹുമാനിക്കുന്ന കാര്യത്തിലും അച്ചടക്കം പാലിക്കുന്ന കാര്യത്തിലും അധപ്പതിച്ചു പോവുകയും ചെയ്യുന്നത് വലിയ തകരാറിൻ്റെ ലക്ഷണമാണ് എന്നും ഇതൊന്നും തെറ്റല്ല എന്ന വിചാരമാണ് മുസ്ലിം സമുദായം വെച്ചു പുലർത്തുന്നത് എന്നും അതിന് മാറ്റം വരുത്തി ഇതെല്ലാം ഉടനെ പരിഹരിച്ചില്ല എങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് ദൂരവ്യാപകമായ വിപത്താണ് എന്നും അത് വ്യക്തമായി പറഞ്ഞു കൊടുക്കണമെന്നും
ഓരോ ഇസ്ലാം വിശ്വാസിയും ചെറുപ്പക്കാർക്ക് ഗുണപരമായ മാതൃകയാകണമെന്നുമുള്ള കൃത്യമായ സാരോപദേശമായിരുന്നു കെ ടി ജലീൽ നൽകിയത്. പൊതുപ്രവർത്തകൻ കൂടിയായ കെ ടി ജലീൽ പറഞ്ഞ ഈ യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നീണ്ട 3 പതിറ്റാണ്ടുകളിലധികം പൂഞ്ഞാറിൻ്റെ ജനപ്രതിനിധിയായിരുന്ന പി സി ജോർജ് പറഞ്ഞത്. ലഹരിയിൽ നിന്നും പ്രണയത്തിൻ്റെ പേരിൽ നടക്കുന്ന ചതിയിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും പൊട്ടിത്തെറികളിൽ നിന്നുമെല്ലാം ഒഴിഞ്ഞ് ഓടി രക്ഷപ്പെടാനുള്ള ബുദ്ധിയും ഉപദേശവും തന്നെയായിരുന്നു പി സി ജോർജ് നടത്തിയത്. എന്നാൽ ആ അതിൻ്റെ മുകളിലേക്ക് തങ്ങളുടെ അജണ്ടകൾ ഇറക്കി വയ്ക്കുകയും വർഗീയപരമായ വ്യാഖ്യാനങ്ങൾ നടത്തുകയും ചെയ്ത് അതിനെ ഇസ്ലാമോഫോബിയയാക്കി മാറ്റിയാണ് പി സി ജോർജിനെതിരെ ഇസ്ലാമിലെ തീവ്ര ചിന്താഗതിക്കാരും യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസുമെല്ലാം ആക്രോശിച്ച് ഇറങ്ങിയത്. ചില വർഷങ്ങൾക്ക് മുൻപ് കല്ലറങ്ങാട്ട് പിതാവ് ലഹരിക്കെതിരെ നടത്തിയതും ഇതേ ഗുണദോഷ വിചാരങ്ങൾ തന്നെയായിരുന്നു എന്നതും ചേർത്ത് ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഒരു പൊതുപ്രവർത്തകന്റെ ധാർമ്മിക ഉത്തരവാദിത്തങ്ങൾ നിവർത്തിച്ച കെ ടി ജലീലിന് കയ്യടി നൽകുന്നവർ ഉത്തരം നൽകേണ്ടത് ജലീലിൻ്റെ സ്ഥാനത്ത് അതേ പ്രതിബദ്ധതയോടെ പി സി ജോർജ് ആയിരുന്നു ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നത് എങ്കിൽ നിങ്ങൾ കൈയടിക്കുമായിരുന്നോ, അതോ വർഗീയതയെന്നും ഇസ്ലാമോഫോബിയയും എന്നുമൊക്കെ അലറി വിളിച്ച് പി സിയെ അഴിക്കുള്ളിൽ ആക്കുമായിരുന്നുമോ എന്ന ചോദ്യത്തിനാണ്. ഏതായാലും ഈ സമൂഹത്തിൻ്റെ സമാധാനപരമായ അതിജീവനത്തിനായി അങ്ങേയറ്റം നിർണായകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച കെ ടി ജലീലിന് എന്താണെങ്കിലും അഭിവാദ്യങ്ങൾ.